ലൈഫിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരാളടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഒരേ പാറ്റേണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചേഞ്ചസും അയാളിലില്ല. പ്രത്യേകിച്ച് ഒരു പാർട്ട്ണർ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൊക്കെ തൻ്റെ പാർട്ട്ണർ തന്നെ തീരെ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക? നമ്മൾ കുറെ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് നോക്കുമല്ലേ, കുറെ റിക്വസ്റ്റ് ഒക്കെ നടത്തും, അല്ലെങ്കിൽ കുറച്ചൊക്കെ മിണ്ടാതിരിക്കും, കംപ്ലൈൻസുകൾ പറയും. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് റീൽസ് ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കും. നിങ്ങളെ വൈഫ് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം, ഹസ്ബൻഡിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ശരിക്കും നമ്മൾ എന്താണ് ചെയ്യുക? ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ എല്ലാവരുടെ ലൈഫിലുണ്ടാവും. എപ്പോഴും നമ്മൾ മനുഷ്യന്മാരാണ്, എപ്പോഴും നമ്മളെ മൂഡാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ആണെങ്കിലും ഒക്കെ ഒരേപോലെ ആയിരിക്കണമെന്നില്ല. നമുക്ക് ഹോർമോണൽ കളികളും കൂടെ ഉണ്ട്. നമ്മൾ ബയോളജിക്കലി നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ഫീൽ ഓഫ് ഹാപ്പിനെസ്സും ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ നമ്മൾക്ക് ഉണ്ടാവും. ഭയങ്കര സാഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ വന്നിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അത്ര തന്നെ എന്താവണമെന്നില്ല, ഡെഡിക്കേറ്റഡ് ആവണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില കേസുകളല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 40+ ഏജിലുള്ള ഒരു ലേഡി എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം കല്യാണം കഴിഞ്ഞ സമയം തൊട്ടിട്ട് തന്നെ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫാമിലി, എന്താ പറയാ, അവരുടെ ഒരു ഫാമിലി പേഴ്സൺ ആണ്. ഹസ്ബൻഡിന്റെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അങ്ങനെ അവരുടെ ഒരു ഫാമിലിയുമായിട്ടാണ് മൂപ്പർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത്. ഇത് മേ ബി എന്താ പറയാ, ആ ഫാമിലിയിൽ അത്രയും ഡീപ്പായിട്ട് അങ്ങനെ ഒരു ഇമോഷണലി വളർന്ന ഒരു വ്യക്തിയാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് തന്നെ എന്താ പറയാ, ഇപ്പോൾ വൈഫിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഫാമിലിക്ക് അത് വിഷമാവോ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് പൊതുവേ പറയുന്നൊരു വാക്കാണ്, പൊതുവേ ആളുകൾ പറയുന്ന ഒരു ടോക്കാണ്, കല്യാണം കഴിഞ്ഞപ്പോൾ അയാൾ മാറി. അപ്പൊ ഈ ഒരു കാര്യം മാക്സിമം ലൈഫിൽ കേൾക്കരുത് എന്ന് പലരും കരുതുന്നുണ്ടാവും. അപ്പം ഈ ഒരു ലേഡിയുടെ കേസിൽ ഒരു 40+ ഇപ്പം ആള് നിൽക്കുന്നത്. അപ്പം ഈ ഒരു ചെറുപ്പകാലം തൊട്ടിട്ട് തന്നെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയം തൊട്ടിട്ട് തന്നെ ഈ ഹസ്ബൻഡ് ഇങ്ങനെ തന്നെയാണ്. ആള് പൊതുവെ കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കാറ്. അതായത് അവരുടെ റിലേഷൻഷിപ്പുകളിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പൊതുവെ സ്ത്രീകൾ കുറച്ചും കൂടെ എന്താ പറയാ, ഇമോഷണലി കണക്റ്റഡ് ആണെന്നാണ് പറയാറ്. അതായത് അവർക്ക് കുറച്ചധികം സ്നേഹം വേണം. അത് രണ്ട് മോഡിൽ നിൽക്കാൻ കഴിയും. ഇത് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് ഭയങ്കര ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ്. പക്ഷേ കെയർ വേണം അല്ലെങ്കിൽ സ്നേഹം വേണം എന്ന് തോന്നുന്ന സമയത്ത് കുറച്ചധികം സ്നേഹം വേണം എന്ന് ചിന്തിക്കുന്നവരാണ് മിക്ക സ്ത്രീകളും. അപ്പം ഇവർക്ക് കുറെ വർഷങ്ങളായിട്ട് ഇവര് കൊണ്ടു നടക്കുന്ന ഒരു പാറ്റേൺ ഹസ്ബൻഡിന്റെ അടുത്ത് പറയും. പ്രത്യേകിച്ച് നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഫാമിലിയുള്ള ബാക്കി മെമ്പേഴ്സിന്റെ ഒക്കെ ലൈഫൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും തോന്നുന്ന ഒരു ആഗ്രഹമാണ്, എൻ്റെ പാർട്ട്ണർ എൻ്റെ അടുത്ത് കുറച്ചധികം കൂടെ ഒന്ന് സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നോടത്ത് കുറച്ചധികം സംസാരിച്ചിരുന്നെങ്കിൽ. ഇവർ തമ്മിൽ സംസാരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്താ പറയാ, ഒരു ഗ്യാപ്പ് എവിടെയോ ഉണ്ട്. ആള് നാട്ടിൽ വന്നാലും അധികം ആളുടെ വീട്ടിലാണ്. ഇവരിപ്പോ സെപ്പറേറ്റ് ഒരു വീടൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ആളുടെ വീട്ടിലാണ്, പിന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും അവിടെയാണ് ഇഷ്ടം. അത് അവരുടെ ഒരു ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ജനിച്ചു വളർന്ന നാടായിരിക്കും, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ആയിരിക്കും, അതാണ് സംഗതി. പക്ഷെ ഇത് എല്ലാ സമയത്തും ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ആൾക്കുള്ളത്. ഈ ഒരു വൈഫിന്റെ ഫീൽ എന്താണെന്നുള്ളത് ആക്ച്വലി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇവർക്ക് എന്നും കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ എന്നും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മക്കളാണെങ്കിലും കുറച്ച്
ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് മക്കളൊക്കെ കുറച്ച് വളർന്നു. സ്വാഭാവികമായിട്ടും മക്കളൊക്കെ പറയുന്നുണ്ട് കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം മേ ബി കുട്ടികളും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒറ്റക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം, യാത്രകളൊക്കെ പോകണം. അതായത് ഇത്ര വർഷമായിട്ടും ഇവരുടെ ലൈഫിൽ പ്രത്യേകിച്ചൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാപ്പിനെസ് ഫീൽ ഒന്നും ഇല്ല, ഒരുമിച്ചുള്ള യാത്രകളൊന്നുമില്ല. ഈ തുടക്കത്തിൽ തന്നെ ഈ ഫാമിലിയുമായിട്ടാണ് ട്രിപ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് ഒരുപാട് ഫാമിലിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലരുടെയും ഒരു കാഴ്ചപ്പാടും ഇങ്ങനെ തന്നെയാണ്. അതായത് എല്ലാവരും എല്ലാ ബന്ധങ്ങളും ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ എന്നുള്ള രീതിയിൽ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടും ഇഷ്ടങ്ങളും ഒക്കെയാണ്, അവിടേക്കൊന്നും പോകുന്നില്ല. അപ്പം ഇവരെപ്പോഴും ഭയങ്കര ടയേർഡാണ് ശരിക്കും. ആളെപ്പോഴും സ്റ്റോറിയിൽ പറയുന്ന പോലെ ചെറുപ്പകാലം തൊട്ടിട്ട് തന്നെ, കല്യാണം കഴിഞ്ഞ സമയം തൊട്ടിട്ട് തന്നെ ഇങ്ങനെയാണ്. ആൾക്ക് അവരോട് വേറെ ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല, കുറച്ചുകൂടെ എന്നെ കെയർ ചെയ്യായിരുന്നു. പ്രത്യേകിച്ച് ഏകദേശം 20 ഇയേഴ്സിന് മേലെ ആയി. ഇത്രയും വർഷം ഒരാളുടെ ലൈഫും ഇങ്ങനെ ഒരു പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ, നമ്മളടുത്ത് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമല്ലോ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇനി ലൈഫിൽ ഇനി വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെയാണ് ആളുകൾ വളരെ അടുപ്പുള്ള കുറച്ച് പേരോടൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇവര് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും കാലം ഈ ഹസ്ബൻഡിനെ നോക്കിയിരുന്നു, അതായത് അവര് വന്നിട്ട് ഇതൊക്കെ ചെയ്തു തരും, ഒരു ട്രിപ്പ് പോണ കാര്യമൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡ് പറയത്തെ എന്തിനിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ വീട്ടിൽ പോയാൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാമെന്നുള്ള ഈ ഒരു ഫാമിലി മോഡും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കപ്പിളായിട്ട് പോകുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറെന്റ് ഉണ്ടല്ലേ. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആ രീതിയിൽ എടുക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് എവിടെയെങ്കിലും പോയി ഒരു സ്ഥലം കണ്ടാൽ പോരെ എന്നുള്ളതായിരിക്കും. എവിടെ പോകുന്നു എന്നുള്ളതല്ല ശരി. ആ യാത്ര, ഒരുമിച്ചുള്ള ഒരു സമയം, ഒരുമിച്ചുള്ള സംസാരങ്ങള്, പഴയ കാര്യങ്ങൾ, നല്ല നല്ല ഓർമ്മകളൊക്കെ ഷെയർ ചെയ്തിട്ട് ആ ഒരു ബോണ്ടിങ്ങിനെ കൂടുതൽ ക്ലോസ് ആക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിക്കും ഇവരുടെ ലൈഫിൽ ഇല്ല. അത് ഇവർ കുറേയൊക്കെ ട്രൈ ചെയ്തു ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. 20 വർഷമൊക്കെ ഒരാളെ മാക്സിമം ആണ് ശരിക്കും. അപ്പം ഇനിയും ഇങ്ങനെ കാത്തിരിക്കണതിന് പകരം ലൈഫ് അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അവർ ഓക്കെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് സ്വന്തമായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തൂടെ എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവരെന്നെ നോക്കുന്നത് ശരിക്കും. കാരണം കുറേയൊക്കെ ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതിലേക്ക് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവര് ഒറ്റയ്ക്ക് ചെയ്യാനത് അറിയായിട്ടല്ല ശരിക്കും. ഒരു ഹസ്ബൻഡിന്റെ കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹാപ്പിയാണ്, കുറച്ചും കൂടെ സന്തോഷമാണെന്നുള്ള ഒരു ഫീല് കിട്ടുന്നതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അതിന് ആ ഒരു വ്യക്തി തീരെ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ നമ്മളുടെ ലൈഫിൽ ഇത്രയ്ക്കും സാക്രിഫൈസ് ചെയ്യുന്നത്? നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ ചെറിയ രീതിക്കൊക്കെ ചേഞ്ചസ് കൊണ്ടുവരിക. നമുക്ക് മറ്റുള്ളവരെ മാറ്റുന്നതിനേക്കാളും കൂടുതൽ എളുപ്പമാണ് ശരിക്കും നമ്മൾ സ്വയം മാറുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തൂടെ? ഇപ്പം മക്കളൊക്കെ കുറച്ച് വലുപ്പമായി, യാത്രകളൊക്കെ മക്കളെ കൂടെ പോവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോവാം, ഫ്രണ്ട്സിന്റെ കൂടെ പോവാം. പലരും ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ കട്ടാവും കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട്. കാരണം വെച്ചാൽ അത്രയും സമയം തന്റെ പാർട്ട്ണറെ കൂടെ വേണമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പലരും ഇത് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഓവർ അറ്റാച്ച്ഡ് ആവുന്ന സമയത്താണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ വരുന്നത്. നമ്മളുടെ എല്ലാം കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം. നല്ല ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സാധാരണഗതിയിൽ കുറച്ച് ഏജ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്റെ ലൈഫ് കഴിഞ്ഞു. അവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായിരുന്നു, ഇനിയിപ്പോ എത്രയൊക്കെ ഏജ് ആയില്ലേ, ഇനിയിപ്പോ എന്ത് ഇഷ്ടങ്ങളാണ്, എന്ത് ഡ്രസ്സിങ് ആണ്, അതിലൊക്കെ എന്താ ഇപ്പൊ കാര്യം ഉണ്ടാവുക, ഇനിയിപ്പോ നല്ല പ്രായമൊക്കെ കഴിഞ്ഞു. പക്ഷേ ആ ഒരു തോട്ടാണ് പ്രശ്നം. ചില സമയത്തുള്ള നമ്മളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മളെ കൂടുതൽ നെഗറ്റീവ് ആക്കുന്നത്. ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു, അത് ഓക്കെയാണ്. പക്ഷെ ഇനിയുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്തൂടെ? ഇനിയുള്ള ഒരു ദിവസമാണെങ്കിൽ കൂടെ അതിൽ സന്തോഷമായിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ അവിടെയല്ലേ എൻ്റെ ലൈഫിന്റെ വിജയം എന്ന് പറയുന്നത്.
നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണ്. ഇവരുടെ കേസിൽ ആ പാർട്ട്ണർ ഇത്ര അധികം അറ്റാച്ച്മെന്റ് ഒന്നും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരൊന്നും കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പം അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിനെ നമ്മൾക്ക് അത്ര തന്നെ കണ്ട് മാറ്റാൻ കഴിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ വിളിക്കുമ്പോൾ കോൾ എടുക്കാനൊക്കെ ചില സമയത്ത് ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ താല്പര്യക്കുറവുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. ഒരു പരിധി വരെ നമ്മൾക്കൊരാളോട് കൂടുതൽ ഇഷ്ടം വന്ന്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ എടുത്ത് എപ്പോഴും അയാൾ നമ്മളെ കൂടെ വേണം എന്നുള്ള തോന്നൽ വരുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ആളെ വിളിച്ചുകൊണ്ടിരിക്കുക, അവരോട് സംസാരിക്കാൻ കൂടുതൽ കൂടുതൽ തോന്നിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുന്നത്, കൂടുതലായിട്ട് വിളിക്കുന്നത്, സ്വാഭാവികമായിട്ട് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കളായിട്ട് കോൾ ചെയ്യേണ്ടിയൊക്കെ വരും, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. കൂടുതലായിട്ട് അഡീഷണലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മെല്ലെ മെല്ലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതേപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ അത്ര തന്നെ ശ്രദ്ധ കൊടുക്കാത്ത നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മുന്നേ കൂടുതലായിട്ട് റിക്വസ്റ്റ് ചെയ്ത് 20 വർഷം കണ്ട് റിക്വസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. അവിടെ ബന്ധം സ്റ്റോപ്പ് ചെയ്യണം എന്നല്ലട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾക്ക് വേണ്ടിയിട്ടും കൂടെ, അല്ലെങ്കിൽ നമ്മളെയും കൂടെ കുറച്ചൊക്കെ ഒന്ന് പരിഗണിക്കുന്നത് നന്നായിരിക്കും. ലൈഫിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ള യാത്രകളൊക്കെ ചെയ്ത്, പിന്നെ ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് യാത്രകളൊക്കെ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ കാണുക, ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത്, അങ്ങനെയുള്ള അതൊക്കെ തന്നെയാണ് നമ്മളുടെ നെഗറ്റീവ്സിനെയും നമ്മളെ വിഷമങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിപ്പം എപ്പോഴും പാർട്ട്ണർ തന്നെ ആവണമെന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ നമ്മളെ പാർട്ട്ണർ നമ്മളെ അടുത്ത് കൂടുതൽ എന്താ പറയുക, നമ്മളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ പാർട്ട്ണർക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു വ്യക്തികളാവുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊന്നിങ്ങനെ പറഞ്ഞു, ചെറിയ രീതിക്ക് എന്ത് ചെയ്യുക, ഒരു ബ്രേക്ക് എടുക്കുക, കോളിംഗ് ഒക്കെ കുറച്ചൊക്കെ ഒന്ന് കുറച്ചിട്ട്. കാരണം ആ വ്യക്തിയും അതത്ര എന്ത് ചെയ്യുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഇവരുടെ ലൈഫിൽ ഈ രീതിയിൽ പറഞ്ഞ പോലെ ഒരുപാടുള്ള ഈ അറ്റാച്ച്മെന്റും പരാതി പറച്ചിലുകള്, അല്ലെങ്കിൽ ഈ വിളിക്കാത്ത പരാതികള്, അല്ലെങ്കിൽ നാട്ടിൽ വരാത്ത പരാതികള്, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് സംസാരിക്കാത്ത, ഇവരെ കെയർ ചെയ്യാത്ത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടുനിന്നു. അതേപോലെ ഒരുപാട് കോൾ ചെയ്തിട്ട് ആ വ്യക്തിയെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ ആ കോളിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവന്നു. ആവശ്യത്തിന് മാത്രം സംസാരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്തപ്പോൾ ഈ പാർട്ട്ണർ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചത്ര, നീ എന്താ വിളിക്കാത്തത്, അല്ല ഇന്നിങ്ങനെ കോളൊന്നും കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ എന്താണ് നാട്ടിലത്തെ വിവരം, എന്താണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിവരങ്ങള്. അതായത് ഇതുവരെ അങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആൾ ഇങ്ങോട്ടേക്ക് ചോദിക്കാൻ തുടങ്ങിയെന്നാ. ഇതിനൊരു ഇനീഷ്യേറ്റ് എവിടെ നിന്നാണ് വന്നത്? നമ്മള് അങ്ങോട്ടേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, എന്റെ കാര്യങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്, ഇന്നിങ്ങനെയൊക്കെ നടന്നു, ഇതൊക്കെ നടന്നതൊക്കെ നമ്മൾ കേൾക്കാൻ ചിലപ്പം ഇഷ്ടമില്ലാത്ത ഒരാളോട് പറയുമ്പോൾ ആൾക്ക് ചിലപ്പം ഭയങ്കര താല്പര്യക്കുറവൊക്കെ തോന്നാം. ഞാൻ കാണുന്ന, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഞാൻ അത്ര കണ്ട് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണെങ്കിൽ കൂടി, എനിക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരുന്ന ഒരു മെസ്സേജ്, ഒരു കോള്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ റിക്വസ്റ്റ്, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് പെട്ടെന്നൊരു ദിവസം കണ്ടിട്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. പെട്ടെന്ന് അതങ്ങ് ഡിസപ്പിയർ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണം. ഇത് തന്നെയാണ് അവിടെ നടന്നത്. അതായത് അവർക്ക് തന്നെ തോന്നി, ഇതെന്താ വിളിക്കാത്തത്. അപ്പം ഇവര് നോർമലി സംസാരിച്ചു, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങൾ തിരക്കിലാവും, നിങ്ങൾ ബിസി ആവും എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാതിരുന്നത്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, ആള് ഹാപ്പിയാണ്, പിന്നെ ആൾക്ക് വേറെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വിഷമങ്ങളും പിണക്കമൊന്നുമില്ല. ഈ പിണക്കം കൂടെ ഇല്ല എന്നുള്ളത് കേൾക്കുമ്പോഴാണ് ആള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഒരുപാട് ചോദിക്കുമായിരുന്നു, അല്ലെങ്കിൽ സംസാരിക്കാനുണ്ടായിരുന്നു, ഇടക്കിടക്ക് വിളിക്കുമായിരുന്നു, ഇടക്കിടക്ക് മെസ്സേജ് ചെയ്യും. അപ്പം ഞാനായിരുന്നു ബിസി. അപ്പൊ ഹസ്ബൻഡ് ചിന്തിക്കുന്നത് ഞാനായിരുന്നു ബിസി.
പക്ഷെ ഞാനിപ്പോ എന്റെ സമയം കണ്ടെത്തിയിട്ട് ഞാൻ അവർക്ക് തിരിച്ചു വിളിക്കണം. എന്താ വിളിക്കാത്തത്? എന്താ കാര്യങ്ങളൊന്നും പറയാത്തത്? ഈ ഒരു മിസ്സിങ് എങ്ങനെയാണ് വന്നത്? ഇതൊക്കെ തന്നെയാണ് നമ്മളുടെയൊക്കെ ലൈഫിലും നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പിന്നാലെ ഒരാളുണ്ടാവും, അവര് നമ്മളെ കൂടെ വരും, അല്ലെങ്കിൽ ആ വ്യക്തി അവിടെ എന്നും ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാടിലൊരു മൈൻഡ് സെറ്റിലാണ് പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ഒരു കോളോ ഒരു മെസ്സേജോ ഒക്കെ മിസ്സാകുന്ന സമയത്താണ് അത് എത്രത്തോളം വാല്യൂ ഉണ്ടായിരുന്നു, അത് ലൈഫിലൊരു ഭാഗമായിരുന്നു എന്നൊക്കെ ഒരു തോന്നല് നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ആൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ആള് ഹസ്ബൻഡിനായിട്ട് വേറെ പിണക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വേറെ ഡിസ്റ്റൻസും കാര്യങ്ങളൊന്നുമില്ല. ആളുടെ ലൈഫിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മളുടെ ലൈഫിനെ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമ്മൾ സമയം കൊടുക്കുക. 20 വർഷം നമ്മൾ കാത്തിരുന്നു, ഇനി നമ്മൾ സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആള് കുറച്ചും കൂടെ ഹാപ്പിയാണ്, കുറച്ചും കൂടെ കാമാണ്. അത് അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തപ്പോൾ മുന്നത്തെ അത്ര അവർക്ക് വിഷമങ്ങളില്ല. ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ കൂടി ഹസ്ബൻഡിന്റെ ഫ്രീ ടൈമിൽ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കാതെ അല്ലെങ്കിൽ അവര് ഫ്രീ ആവുന്ന സമയത്ത് നമ്മളെ വിളിച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും കൂടെ പരിഗണന കൂടും. കുറച്ചുകൂടെ കെയറിങ്ങോട് കൂടിയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങും. ചെറിയ ചെറിയ രീതിക്കൊക്കെ റിലേഷൻഷിപ്പിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നുള്ളത് ആളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇത് പറയുമ്പോ എല്ലാവരുടെ ലൈഫിലും ഇത് ഇങ്ങനെ തന്നെ നടക്കണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ ആളുകളും ഇതേ മൈൻഡ് സെറ്റുള്ള ആളാവണമെന്നില്ല. പക്ഷെ ഇതിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ നമ്മളെ ഉപേക്ഷിച്ചോ, മറ്റുള്ളവരെ നമ്മൾ നെവർ മൈൻഡ് ആക്കിയോ, നമ്മൾക്ക് നെഗറ്റീവ് തന്നോ, നമ്മൾക്ക് വിഷമങ്ങൾ തന്നോ എന്നുള്ളതൊക്കെ വിട്ടിട്ട് ഞാൻ എന്നെ ട്രീറ്റ് ചെയ്യാ എന്നുള്ള കാര്യം മാത്രമാണ് ഈ ഒരു സ്റ്റോറിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ. അപ്പൊ നമ്മൾക്ക് പരാതികളില്ല, നമ്മൾക്ക് ആരോട് റിക്വസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ സമയം മാറ്റി വെക്കുന്നുണ്ട്, എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് പറ്റുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ആള് അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പുകളൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എൻ്റെ മൈൻഡ് കുറച്ചും കൂടെ ഇമോഷൻസ് ഒന്ന് ഹൈ ആയി കഴിഞ്ഞാൽ തന്നെ വേറെ ഒന്നിനെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പവറും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സ്റ്റോറിയില് ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ സ്റ്റോറിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.